നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീകുട്ടിയെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവരിക. അവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയച്ചു. ശരിക്കുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പേ ശരീരം പാകപ്പെടുത്തി എടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുണ്ടാവൂന്ന് പറഞ്ഞതല്ലേ. നേരം ഇത്രയായിട്ടും അമ്മൂനെ കാണാത്തതിന്റെ ടെൻഷനാ എനിക്ക്. അവളെ തനിച്ചയക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. മംഗലശ്ശേരിയിലേക്ക് ഞാനോ പ്രഭയോ ഇനി എങ്ങനെയോ പോകുന്നത്? വീട്ടിലേക്ക് കയറി ചെന്നില്ലെങ്കിലും ഒന്ന് കൂട്ടുപോകാമായിരുന്നു. എന്താ ഇപ്പൊ ഇങ്ങനൊരു വീണ്ടു വിചാരം? അവൾ ഉടനെ ഇങ്ങ് എത്തില്ലേ? എല്ലാം മറന്നിട്ടാണോ കാഞ്ചൻ ഇത്ര നിസ്സാരമായിട്ട് സംസാരിക്കുന്നത്? അമ്മു നടത്തിയ വെല്ലുവിളി ദക്ഷ തള്ളിക്കളയില്ല. നമ്മൾ വീട് വിട്ടു പോയ വിവരം എപ്പോഴേ ആ സ്ത്രീ അറിഞ്ഞിട്ടുണ്ടാവും. സഞ്ജുവിന്റെയും സഞ്ജനയുടെയും വിവാഹം കഴിയുന്നതുവരെ ദക്ഷ നിഴലായി നമ്മുടെ പിന്നാലെ ഉണ്ടാകും. അവിടേക്കാ അമ്മൂനെ തനിയെ അയച്ചേക്കുന്നത്. എന്തിനാ പ്രഭ പോലും ആ ദക്ഷ ഇത്ര ഭയപ്പെടുന്നത്? സ്വന്തം മകളോട് ഈ ക്രൂരത കാണിച്ചിട്ടും അവക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ പറ്റാത്തത് എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്വയം അടങ്ങിയിരിക്കുന്നത് ദക്ഷയിൽ എന്റെ പക തീരില്ലെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ. ലീഗലായിട്ട് ദക്ഷയ്ക്കെതിരെ ഒരു തെളിവുമില്ല. അവളോട് ഏറ്റുമുട്ടുകയോ അവളെ തീർത്ത് കളയോ ചെയ്താൽ പിന്നെ എന്റെയും നിന്റെ കുടുംബത്തിലെ ഒരാളെ പോലും ചന്ദ്രവർമ്മ ബാക്കി വച്ചേക്കില്ല. അയാൾ ആരാണെന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. സ്വന്തം മകളോട് ഈ കൊടും ക്രൂരത ചെയ്തിട്ടും ഒരച്ഛനായ ഞാൻ നീറി നീറി കഴിയുന്നത് ഒരു തെറ്റും ചെയ്യാത്ത കുറെ നിരപരാധികളെ ഓർത്ത. അവർക്കെന്തെങ്കിലും സംഭവിച്ചാ നമുക്കത് താങ്ങാൻ കഴിയില്ല കാഞ്ചനെ. നിന്റെ കുടുംബക്കാർ ചെയ്തു വെച്ച പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് എന്റെ മോള. ഇതിലൊന്നും പെടാത്ത ഒരു പാപം പെണ്ണിന് ഒന്നും സംഭവിക്കരുതെന്നാ എന്റെ പ്രാർത്ഥന. ഇനി അമ്മ ദക്ഷയുടെ കയ്യിലെങ്ങനെ ചെന്ന് പെട്ട് കാണുമോ? നിങ്ങൾ എവിടേക്ക് പോകുന്നേ? ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി ഇതല്ല. പെരുവണ്ണാപുരത്തേക്കൊന്നും ഞാൻ വരുന്നില്ല. എന്നാ അതിനടുത്തുള്ള സ്ഥലത്ത് നിന്നെ കൊണ്ടുവിടാം. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നീ പോയാ മതി. നിങ്ങൾ എന്നെയും കാറിലിരുത്തി യാത്ര ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിശ്ചയമില്ല. പലരുടെയും ജീവിതത്തെ കൂടുതലും പ്രതീക്ഷിച്ച് തന്നെയാ സംഭവിക്കുക. എന്നെ സംബന്ധിച്ച് പ്രവചിക്കാൻ പോലും കഴിയാത്ത സംഭവങ്ങളാ അരങ്ങേറുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.